കൊറേ വർക്ക് ഉണ്ട് എന്താ പുറത്തുകൂടെ നടക്കണേ? ഞാൻ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി, ബ്രെയിനൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ടൊന്ന് കാമായിരിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് നടക്കാന്ന് വിചാരിച്ചു. പിന്നെ പുറത്തുകൂടെ പോയ ബ്രെയിൻ റിഫ്രഷ് ആവില്ലേ? അപ്പൊ അതറിയില്ലേ, നമ്മൾ നേച്ചറൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഇങ്ങനെ നമ്മളിങ്ങനെ നടക്കുമ്പോഴേ നമ്മുടെ ബ്രെയിനും മൈൻഡിനും ഒക്കെ നല്ല കാമിങ് എഫക്റ്റ് കിട്ടും. അതിന്റെ ബാക്കിൽ ഒരു സീക്രട്ട് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് സ്ട്രെസ്സാണ്, ടെൻഷനാണ്, അല്ലെങ്കിൽ ബ്രെയിൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയിപ്പോയി അല്ലേ, ബേൺ ഔട്ട് ആണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എഫക്റ്റീവ് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഈ അവസ്ഥയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ നേച്ചറുമായിട്ട് കണക്റ്റഡ് ആവുക. നമ്മുടെ പുറത്തു കൂടെ ജസ്റ്റ് നിങ്ങളുടെ വീടിൻ്റെ പുറത്തു കൂടെ ഗാർഡൻ ഉണ്ടെങ്കിൽ ഗാർഡനിൽ അല്ലെങ്കിൽ ഗ്രൗണ്ടിലാണെങ്കിലും നമ്മുടെ എർത്തായിട്ടൊക്കെ ഒന്ന് കണക്റ്റഡ് ആയിട്ട്, അതായത് കാലിൽ ചെരുപ്പൊന്നും ഇടാതെ എർത്തായി കണക്ട് ചെയ്ത് നിങ്ങൾ നടന്നു നോക്കി നോക്കൂ. നിങ്ങൾക്ക് പെട്ടെന്ന് കാംനെസ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. കാരണം എന്താണെന്നറിയോ, നമ്മുടെ എർത്ത് ഒരു ഷുമാൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു 7 ഹെർട്സ് ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എർത്തുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് നടക്കുന്ന സമയത്ത് ഈ ഒരു ഫ്രീക്വൻസി കാരണം നമുക്ക് നമ്മുടെ ബ്രെയിനിൽ ആൽഫ എന്ന് പറയുന്ന ബ്രെയിൻ വേവ് സ്റ്റേറ്റ്സിലോട്ട് നമ്മൾ പോകും. ഈ ആൽഫ വേവിലോട്ട് പോകുന്ന സമയത്താണ് നമുക്ക് ആ ഒരു കാംനെസ്സും കാര്യങ്ങളും ഒക്കെ അനുഭവപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നേച്ചറായിട്ട് കണക്ട് ചെയ്ത് നടന്നു നോക്കി നോക്കൂ, നിങ്ങൾക്ക് എപ്പോഴും ഒരു കാം സ്റ്റേറ്റിലൂടെ പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇനി മുതൽ ബേൺ ഔട്ടാണ്, എക്സോസ്റ്റഡ് ആണ്, സ്ട്രെസ്ഡ് ആണെന്നൊക്കെ തോന്നുന്ന സമയത്ത് കാലിൽ ചെരുപ്പൊക്കെ ഉരി വയ്ക്കുക. ജസ്റ്റ് നിങ്ങളുടെ നേച്ചറുമായിട്ട്, നിങ്ങളുടെ പൂക്കളായിട്ടും ചെടികളായിട്ടും ഒക്കെ ഒന്ന് കണക്റ്റഡ് ആക്കി നടന്നു നോക്കൂ. നിങ്ങൾക്ക് ആ മാറ്റം കണ്ടറിയാൻ സാധിക്കും.